ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ 10th പ്രിലിംസ് പരീക്ഷകളിൽ ചോദിച്ച സയൻസ് ചോദ്യങ്ങളാണ്. ഇതുവരെ നടന്നിട്ടുള്ള 10th പ്രിലിംസ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള സയൻസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS LDC വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്നീ എക്സാമുകളുടെ SCRT ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിക്കേണ്ട പ്രധാനമായിട്ടും വരുന്ന SCRT ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ മോഡൽ പേപ്പേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ തരുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സുകളും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതാണ് ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം? ആൻസർ ഓപ്ഷൻ സി ആണ്, മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം ജലത്തിലൂടെ പകരുന്ന വൈറസ് രോഗമാണ് മഞ്ഞപ്പിത്തം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യ വിഭാഗത്തിൽ പെടുന്നതാണ് എറിക്സിയ? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യ വിഭാഗത്തിൽ പെടുന്നതാണ് എറിക്സിയ? ആൻസർ ഓപ്ഷൻ ബി, ബ്രയോഫൈറ്റ. ബ്രയോഫൈറ്റ. മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാണ്? മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 270 മുതൽ 280 ദിവസം. തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, DNA ബാർകോഡിംഗ്. താഴെ പറയുന്നതിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? താഴെ പറയുന്നതിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, മെലാറ്റോണിൻ. മെലാറ്റോണിൻ. താഴെ തന്നിരിക്കുന്നതിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏത്? ആൻസർ ഓപ്ഷൻ സി, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏത്? കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏത്? ആൻസർ ഓപ്ഷൻ സി, അനുയാത്ര. ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. വിഷാംശമുള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുവാണ് ഡയോക്സിൻ. ശരിയാണോ? ശരിയാണ്. കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു. കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു. വ്യാവസായിക പ്രക്രിയകളുടെ ഉപോൽപ്പന്നങ്ങളാണിവ. മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാകുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂൺ ഇനം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂൺ ഇനം ഏത്? ആൻസർ ഓപ്ഷൻ എ, ഭീമ. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ആൻസർ ഓപ്ഷൻ സി, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് കോർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. ഒരു അപ്പ് കോർക്ക് +2/3 ചാർജും ഉള്ളതും ഒരു ഡൗൺ കോർക്ക് -1/3 ചാർജ് ഉള്ളതുമാണ്. എങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കോർക്ക് സംയോജനമാകാൻ സാധ്യതയുള്ളത് ഏത്? അതായത് ഇവിടെ നമുക്ക് ഡൗൺ കോർക്ക് ഒരു അപ്പ് കോർക്ക് +2/3 ആണെന്നും ഡൗൺ കോർക്ക് -1/3 ആണെന്നും തന്നിട്ടുണ്ട്. എങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കോർക്ക് സംയോജനമാകാൻ സാധ്യതയുള്ളത് ഏതാണ്?
ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രോട്ടോൺ 2 അപ്പ് കോർക്ക് 1 ഡൗൺ കോർക്ക്. ഇനി ന്യൂട്രോൺ 1 അപ്പ് കോർക്ക് 2 ഡൗൺ കോർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ജലം. 6 കിലോഗ്രാം മാസമുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിന്റെ മാസിലുണ്ടാകുന്ന വ്യത്യാസം എന്ത്? 6 കിലോഗ്രാം മാസമുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിന്റെ മാസിലുണ്ടാകുന്ന വ്യത്യാസം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലായിടത്തും 6 കിലോഗ്രാം തന്നെയായിരിക്കും. ഇവിടെ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? എന്താണ് ഒരു മാസമാണല്ലേ. മാസം എന്ന് പറയുന്നത് എല്ലായിടത്തും എന്താണ് ഒരു പോലെ ആയിരിക്കും. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ജൂൾ പെർ സെക്കൻഡ്. സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിവ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലുകളിലും എത്രയാണ്? സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിവ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലുകളിലും എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. -273.15 ഡിഗ്രി സെൽഷ്യസ്, -459.69 ഡിഗ്രി ഫാരൻഹീറ്റ്, 0 കെൽവിൻ. നെക്സ്റ്റ്, ചലനത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. പ്രവേഗം 0 ത്വരണവും 0 നമുക്ക് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അത് തെറ്റാണ്. സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ത്വരണം 0, അത് ശരിയാണ്. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ദൂരവും സ്ഥാനാന്തരത്തിൻ്റെ അളവും തുല്യമാണ്, അതും തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാം? അപവർത്തനം സംഭവിക്കാത്ത സാഹചര്യം: മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ. ശരിയാണല്ലേ, അവിടെ എന്താണ്? അപവർത്തനം സംഭവിക്കില്ല. ഇനി പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായിട്ട് പതിക്കുകയാണെന്നുണ്ടെങ്കിലോ അപവർത്തനം സംഭവിക്കില്ല. 2 മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാങ്കമായാലും എന്താണ്? അപവർത്തനം സംഭവിക്കുന്നില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ സ്ഥിതികോർജ്ജം ഇ ആണെങ്കിൽ അതിൻ്റെ ഗതികോർജ്ജവും ആകെ ഊർജ്ജവും എത്രയാണ്? ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ സ്ഥിതികോർജ്ജം ഇ ആണ് എങ്കിൽ ഗതികോർജ്ജവും ആകെ ഊർജ്ജവും എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഗതികോർജ്ജം -E/2, ആകെ ഊർജ്ജം E/2. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മൂസ്ലി ആണ്. ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം എന്താണ്? അതായത് മെൻഡലീഫ് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്? ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൂസ്ലി ആണെങ്കിൽ ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏത് അയർണിയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? താഴെ പറയുന്നതിൽ ഏത് അയർണിയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? ആൻസർ ഓപ്ഷൻ സി സിന്നബർ. താഴെ തന്നിരിക്കുന്നതിൽ റാബി വിള അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി അല്ലേ, പരുത്തിയാണ് വരാത്തത് അല്ലേ. പുകയില, കടുക്, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങളൊക്കെ എന്താണ്? റാബി വിളയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, IUCN.
പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണമെന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? ആൻസർ ഓപ്ഷൻ സി, വൈറ്റമിൻ സി. കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു, ശരിയാണ്. സുനാമിയെ തടയുന്നു, അല്ലേ? അത് ശരിയാണ്. മത്സ്യസമ്പത്ത് കുറയാൻ കാരണമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഏതാ വരുന്നത്? സി ആണ്, അല്ലേ? 1ഉം 2ഉം മാത്രം. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വിജാഗിരി സന്ധി. ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത്? ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി, കണ്ണൂരാണ്, കണ്ണൂർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെ? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ടൈഫോയിഡും കോളറയും ടൈഫോയിഡും. ഇൻഫ്ലുവൻസ, അഞ്ചാം പനി ഒക്കെ എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്, അല്ലേ? COVID-19, മില്ലൻസും ഒക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട പ്രധാന ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക. മോണയിൽ നിന്ന് രക്തസ്രാവം ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ്? വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ്, അല്ലേ? അപ്പോൾ വൈറ്റമിൻ സിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇതാണ് നമുക്കിവിടെ ആൻസർ കൊടുക്കേണ്ടത്. അപ്പോൾ ഏതാ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അല്ലേ? നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ. മനുഷ്യന്റെ ലിംഫോ വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്, അല്ലേ? ആൻസർ ഓപ്ഷൻ എ അല്ലേ? ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു, തെറ്റാണ്. ലിംഫ് കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ലിംഫ് രക്തത്തിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. നെക്സ്റ്റ്. മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. എന്താണ്? വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക, ശരിയാണ്, അല്ലേ? കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക, ശരിയാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക, അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി അല്ലേ വരുന്നത്? മുകളിൽ കൊടുത്തവയെല്ലാം ശരിയാണ്. പുല്ല്, മാൻ, കടുവ, കഴുകൻ ഈ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആരാണ്? പ്രാഥമികമാണെങ്കിൽ ആരാ വരുന്നത്? പ്രാഥമിക ഉപഭോക്താവാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ഉപഭോക്താവ് എന്ന് വെച്ചാൽ എന്താണ് വരാം? പ്രാഥമിക ഉപഭോക്താവ് ആരാ വരാം? മാനാണ് വരാം. സെക്കൻഡ് ദ്വിതീയാണെങ്കിൽ കടുവയാണ് വരാം. അപ്പോൾ തൃതീയ എന്ന് പറയുമ്പോൾ ഏതാണ്? കഴുകനാണ് വരാം, അല്ലേ? 70ന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, കഴുകൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തി, സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിന്റെ പിതാവാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഏണസ്റ്റ് റുദർഫോർഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ, ശരിയാണോ? ശരിയാണ്. 14ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ, തെറ്റാണ്. ഹെൻറി മോസ്ലി ആണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്, ശരിയാണ്. ത്രികങ്ങൾ എന്ന പേരിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മെൻഡലീഫ് ആണ്, തെറ്റാണ്. ആരാണ്? ഡോബ് റെയ്നർ ആണ്, അല്ലേ? ഡോബ് റെയ്നർ ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? 1, 3 ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ്. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണുന്നുവെങ്കിൽ ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണുന്നുവെങ്കിൽ ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, പാർശ്വിക വിപര്യം. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ബി, ജൂൾ. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈദ്യുതോർജ്ജം പ്ലസ് യാന്ത്രികോർജ്ജം, അല്ലേ? വൈദ്യുതോർജ്ജം എന്തായി മാറും? യാന്ത്രികോർജ്ജമായി മാറും. താഴെ തന്നിരിക്കുന്നതിൽ അയിരിന്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഏതാ വരുന്നത്? ഡി ആണല്ലേ, ഉൽപ്പന്നമാണ് വരുന്നത്, അല്ലേ? വരാത്തത് CRTയിൽ കറക്റ്റ് എടുത്ത് പറയുന്ന ഒരു പോയിന്റാണ്. നെക്സ്റ്റ്. താഴെ പറയുന്നതിൽ കത്തുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹൈഡ്രജൻ ആണ് കത്തുന്ന വാതകം. ഓക്കെ,
അപ്പോൾ നമ്മൾ SCERT ചാപ്റ്റേഴ്സ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഒരു SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പിക് കേട്ടോ. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒറ്റ വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ജീവിതശൈലി രോഗങ്ങൾ പ്രധാനപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഐസോപ്രീൻ ആണ് റബ്ബറിൻ്റെ മോണോമർ. താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? മാസിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. കോമൺ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത് അല്ലേ? സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു, തെറ്റാണ്. യൂണിറ്റ് ന്യൂട്ടൺ ആണ്, അതും തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം എന്താണ്? തെറ്റായ പ്രസ്താവനകളാണ്. സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ ശരീര താപനില എത്രയാണ്? സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ ശരീര താപനില എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്.
ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കാത്ത മൂലകം ഏത്? ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഓക്സിജൻ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഊർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. ആൻസർ ഓപ്ഷൻ ബി, ചലനം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? 7 അവസ്ഥകൾ. ഒരു ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു 10⁵ ഡെയിൻ. ഇപ്പോൾ അവസ്ഥകളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓപ്ഷനിൽ 7 ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, സൗരയൂഥത്തിൽ പുറത്തായ ഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്ലൂട്ടോ. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, O ഗ്രൂപ്പ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഏതാണ്? സെറിബെല്ലം ആണല്ലേ. സെറിബെല്ലം ആണ് തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം അല്ലേ. പക്ഷെ ആൻസറിൽ തലാമസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, 4. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് പെരികാർഡിയം. ഇതും തെറ്റാണല്ലോ തന്നിരിക്കുന്നത്. ഓക്കെ, ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം പ്ലൂറയാണ് വരാ. നെക്സ്റ്റ്, ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, എക്സെൻട്രിക്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? സെഹത്ത്. ആൻസർ ഓപ്ഷൻ സി ആണ്, രവിശങ്കർ പ്രസാദ്. ഭൂമിയിലെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആമസോൺ മഴക്കാടുകൾ. നെക്സ്റ്റ്, ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ. ആൻസർ ഓപ്ഷൻ സി, വൈറ്റമിൻ സി. രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ ജീവകം. ആൻസർ ഓപ്ഷൻ എ, ജീവകം കെ. താഴെ പറയുന്നതിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി, പ്രോട്ടിയം. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ എ, 2. സോപ്പ് ജലത്തിലേക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം. ആൻസർ ഓപ്ഷൻ ബി, കുറയും. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, ആറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം. ആൻസർ ഓപ്ഷൻ സി, ഓക്സിജൻ. ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏത്? ആൻസർ ഓപ്ഷൻ എ, എർഗ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പിണ്ഡല്ലേ. സൂര്യനിൽ നിന്ന് പ്രകാശത്തിന് ഭൂമിയിലെത്താൻ എത്ര സമയം മതിയാകും? ആൻസർ ഓപ്ഷൻ ഡി, 8.2 മിനിറ്റ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ്. ആൻസർ ഓപ്ഷൻ എ, മീറ്റർ. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി, 8. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം. ആൻസർ ഓപ്ഷൻ സി, പ്ലൂറ. ലോക ഹീമോഫീലിയ ദിനം. ആൻസർ ഓപ്ഷൻ എ, ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. ആൻസർ ഓപ്ഷൻ സി, സെറിബെല്ലം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ആൻസർ ഓപ്ഷൻ ബി, സെറിബ്രം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ എ ആയി മാറുന്നത്? ആൻസർ ഓപ്ഷൻ ബി, കരൾ.
അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം. ആൻസർ ഓപ്ഷൻ സി ജീവകം ഡി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. ആൻസർ ഓപ്ഷൻ എ ആണ് അനുയാത്ര. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്? ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ആൻസർ ഓപ്ഷൻ സി നൈട്രജൻ. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക. ന്യൂക്ലിയസിൽ ചുറ്റിക്കറങ്ങുന്ന കണിക ഏതാണ്? ഇലക്ട്രോൺ ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇരുമ്പിൻ്റെ ധാതു. ആൻസർ ഓപ്ഷൻ സി ആണ് ഹാമറ്റേറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രജൻ. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം? ആൻസർ ഓപ്ഷൻ ഡി സോഡിയം ഹൈഡ്രോക്ലൈഡ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം? ആൻസർ ഓപ്ഷൻ ബി ഓക്സിജൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ 2 ഭിന്നരൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ? ആൻസർ ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ആൻസർ ഓപ്ഷൻ ഡി ബലം. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില? ആൻസർ ഓപ്ഷൻ എ ആണ് 5500 ഡിഗ്രി സെൽഷ്യസ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ? ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്ലാസ്മ അവസ്ഥ. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ ബി ആണ് 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? ആൻസർ ഓപ്ഷൻ സി ശ്വാസകോശം. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത്? ആൻസർ ഓപ്ഷൻ ബി വില്യം ഹാർവി. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ആൻസർ ഓപ്ഷൻ എ മെഡുല്ല ഒബ്ലോംഗേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം? ആൻസർ ഓപ്ഷൻ ഡി സെറിബെല്ലം. പേശികളെക്കുറിച്ചുള്ള പഠനം? ആൻസർ ഓപ്ഷൻ ബി മയോളജി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം? നമുക്ക് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഇല്ല, അവിടെ ക്യാൻസൽ ആയിരുന്ന ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ ചേർത്തിട്ടുള്ളതിൽ വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ബയോട്ടിൻ. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചതെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2015 ഓഗസ്റ്റ് 25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ DDT. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം? ആൻസർ ഓപ്ഷൻ എ ഇലക്ട്രോൺ. തോറിയത്തിൻ്റെ അയിരേത്? ആൻസർ ഓപ്ഷൻ എ മോണോസൈറ്റ്. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഡ്യൂട്ടീരിയം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം? ആൻസർ ഓപ്ഷൻ ഡി ഓക്സിജൻ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ലവണം? ആൻസർ ഓപ്ഷൻ സി സോപ്പ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ? ആൻസർ ഓപ്ഷൻ ഡി പ്ലാസ്മ. ഊർജ്ജമളക്കുന്നതിനുള്ള യൂണിറ്റ്? ആൻസർ ഓപ്ഷൻ എ ജൂൾ. തുല്യ സമയത്തിൽ തുല്യദൂരം സഞ്ചരിക്കുന്ന ചലനം? ആൻസർ ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല, നമുക്ക് തന്നിരിക്കുന്നതിൽ ഇല്ല. നെക്സ്റ്റ്. ഒരു വസ്തുവിനെ മുമ്പോട്ടോ പിമ്പോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ഏതാണ്? ഒരു വസ്തുവിനെ മുമ്പോട്ടും പിമ്പോട്ടും ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ബലം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യ നിർമ്മിത പേടകം? ആൻസർ ഓപ്ഷൻ എ വയാജർ 1 കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി 12 മുതൽ 18 മിനിറ്റ് വരെ അല്ലേ? 12 മുതൽ 18 വരെയാണ്. ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യമാണ്? 12 അല്ലെങ്കിൽ 18 തവണയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്വേതരക്താണുക്കൾ ഏകാണുക്കളെ വിഴുങ്ങി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി 12 മുതൽ 18 വരെ. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫാഗോസൈറ്റോസിസ്. മനുഷ്യ ശരീരത്തിലെ നാഡികൾ? ആൻസർ ഓപ്ഷൻ ഡി ആണ് 43 ജോഡി. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം? ആൻസർ ഓപ്ഷൻ ഡി യൂറോക്രോം. പേശീക്ലമത്തിന് കാരണമാവുന്നത് എന്തടിഞ്ഞു കൂടുന്നതാണ്? ആൻസർ ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ്. അയഡിൻ അടങ്ങിയ ഹോർമോൺ? ആൻസർ ഓപ്ഷൻ സി തൈറോക്സിൻ. വിറ്റാമിനുകളുടെ ലയിത്തം അനുസരിച്ച് അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ 2. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്തിൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി?
അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്തിൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സ്നേഹപൂർവ്വം. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം. ആൻസർ ഓപ്ഷൻ സി ആണ് 3. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം. ആൻസർ ഓപ്ഷൻ സി, കരൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ്. ആൻസർ ഓപ്ഷൻ സി, ഡി ബ്ലോക്ക് മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിലാണ്? സംക്രമണ മൂലകങ്ങളിൽ ഏതിലാണ് ആദ്യം നിറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 3D. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഏത് വാതകമുണ്ടാകും? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹൈഡ്രജൻ. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിൽ നിന്നും വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സോഡിയം ക്ലോറൈഡ്. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇലക്ട്രിക് ഫാൻ. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കത്തിന് എന്ത് സംഭവിക്കും? ഐസിൽ കറിയുപ്പ് ചേർത്താൽ എന്ത് സംഭവിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്, കുറയുന്നു. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം. ആൻസർ ഓപ്ഷൻ ബി, ഹൂക്സ് നിയമം. ചന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം. ചന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം. ആൻസർ ഓപ്ഷൻ എ ആണ്, പസഫിക് സമുദ്രം. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്റ്റിലെ ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്റ്റിലെ ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്, മെർക്കുറിക് ഓക്സൈഡ് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2021 മുതൽ 2025 വരെ നടത്തിയിട്ടുള്ള 10th പ്രിലിംസ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള സയൻസ് ചോദ്യങ്ങൾ. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.